വെൽക്കം ബാക്ക്. ഇന്ന് നല്ലൊരു പിസ്സൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ ചിക്കനൊക്കെ വെച്ചിട്ടുള്ള നല്ലൊരു പിസ്സയാണ്, കുറേ ചീസൊക്കെ ആയിട്ട് അടിപൊളി പിസ്സയാണ് കേട്ടോ. അപ്പോൾ ഞാൻ മുന്നേ ഒരു പിസ്സൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിന്, അതിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പിസ്സൻ്റെ ഡോ ഒന്നും ഉണ്ടാക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അതുപോലെ നമ്മൾ പുതിയ വ്യൂസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ആക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പിസ്സ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാനിപ്പോൾ കുറച്ച് ഒലീവ് ഓയിൽ ഒഴിച്ചിട്ട് എല്ലാ സൈഡിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ പിസ്സൻ്റെ ഡോ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു ബോൾസ് ആക്കിയിട്ട് നമുക്ക് ഇതിൽ വെച്ച് നല്ലോണം ഒന്ന് പരത്തി കൊടുക്കാം. അപ്പോൾ ഇതിൽ വെച്ച് പരത്താൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ ചപ്പാത്തി പരത്തുന്ന പോലെ ഒന്ന് പരത്തിയിട്ട് ഇതിൽ വെച്ച് കൊടുത്താലും മതി. ഞാനിവിടെ ഒരു തിന്നായിട്ടുള്ള പിസ്സയാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇന്ന് പിസ്സ ഉണ്ടാക്കുന്നത് എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഫോർക്ക് ഉപയോഗിച്ചിട്ട് എല്ലാ സൈഡും ഒന്ന് കുത്തി കൊടുത്തതിന് ശേഷം വേണം പിസ്സൻ്റെ സോസ് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഞാൻ മുന്നേ ഇട്ട വീഡിയോയിൽ ഈ പിസ്സൻ്റെ സോസ് ഉണ്ടാക്കുന്നതും ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമ്മൾ കുറച്ച് വെജീസും എടുത്തിട്ടുണ്ട്. അതുപോലെ ചിക്കനൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഉപ്പും കുരുമുളകും അതുപോലെ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുത്തതാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാനിപ്പോൾ സ്ലൈസ്ഡ് ചീസ് ഇതുപോലെ കട്ടാക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ പിസ്സക്ക് എത്ര ചീസ് ഇടുന്നോ അത്രയും നല്ല ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ നമ്മൾ പിസ്സ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഫ്രൈ ആക്കി വെച്ച ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ കട്ടാക്കി വെച്ച വെജീസിലും ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ 3 തരം ക്യാപ്സിക്കൊക്കെ എടുത്തുകൊണ്ട് നല്ല കളർഫുള്ളായിരിക്കും നമ്മൾ പിസ്സ. അപ്പോൾ ഇതുപോലെ ചെയ്യണമെങ്കിൽ ഇതുപോലെ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള വെജീസൊക്കെ കട്ടാക്കി വെച്ചിട്ട് അതിട്ട് കൊടുക്കുക. പിന്നെ ഒലീവ്സ് എല്ലാം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഒലീവ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. ഇപ്പോൾ ഞാൻ വെജീസ് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടി ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് തക്കാളിയൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇവിടെ ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ചെറിയ ചെറിയ പീസസ് ആയിട്ട്. പിന്നെ ഇതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും അതുപോലെ ഒറിഗാനോയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒറിഗാനോ ചേർത്താൽ നമ്മൾ പിസ്സൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ കിട്ടും. അല്ലെങ്കിൽ പിസ്സ സീസണിങ് വാങ്ങിക്കാൻ കിട്ടും, അത് വേണമെങ്കിൽ അത് ചേർക്കാം കേട്ടോ. ഇനി 10 മിനിറ്റ് മുന്നേ പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ഒരു 200 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 15 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഓവനിൽ വെച്ച പിസ്സ റെഡിയാകുന്ന ടൈം കൊണ്ട് തന്നെ നമ്മൾ വേറൊരു പിസ്സയും കൂടി തയ്യാറാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ പിസ്സ ഒക്കെ കഴിക്കുമ്പോൾ നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ. ചീസൊക്കെ മെൽട്ടായിട്ട് കഴിക്കുമ്പോൾ ആണ് പിസ്സൻ്റെ ഒരു റിയൽ ടേസ്റ്റ് കിട്ടാം. അപ്പോൾ നമ്മൾ പുറത്തുനിന്നെല്ലാം വാങ്ങിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കാം. എനിക്കില്ലേ പിസ്സ ഉണ്ടാക്കാനാണ് വളരെ ഇഷ്ടം, കഴിക്കുന്നതിനേക്കാളും കൂടുതൽ ഇഷ്ടം ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമാണല്ലോ. അപ്പോൾ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നൂഡിൽസ്, പിസ്സ ഇങ്ങനത്തെ റെസിപ്പീസൊക്കെ പിള്ളേർക്കാണ് കൂടുതൽ ഇഷ്ടം.
നമ്മൾ നേരത്തെ ഓവനിലേക്ക് വെച്ച പിസ്സ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഒരു 15 മിനിറ്റാണ് നമ്മൾ കുക്കിംഗ് ടൈം വെച്ചിട്ടുണ്ടായത്. കറക്റ്റാണ് കേട്ടോ. ഉള്ളൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. ഓവനില്ലാണ്ട് നമുക്ക് പാനിൽ വെച്ചിട്ടും ഇതുപോലെ പിസ്സ ചെയ്തെടുക്കാം. ഇൻഷാ അല്ലാഹ് അതിൻ്റെ റെസിപ്പി നമ്മൾ വേറെ ഒരു ദിവസം ഇടാം കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മൾ പിസ്സ ഒക്കെ നന്നായിട്ട് കട്ടാക്കി എടുക്കലാണ്. ചീസൊക്കെ നന്നായിട്ട് മെൽട്ടായിട്ട് നമ്മൾ കത്തിയിലെല്ലാം ഒട്ടി പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചീസൊക്കെ കുറേ ഇട്ട് കൊടുത്താലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകാം. ഇതാ കണ്ടില്ലേ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള പിസ്സയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം. ഇനിയും നല്ല വ്ളോഗ്സും റെസിപ്പീസും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു, ബൈ.